സോ ഗൈസ് വെൽക്കം ബാക്ക് ടു ദി ചാനൽ. അപ്പോൾ ഞാനവിടെ റോഷൻ എന്ത് ചെയ്തിട്ടും കറക്റ്റായിട്ട് അങ്ങ് സെറ്റ് ആവാതിരുന്ന ഡി സിയുടെ ഭാവിയിലോട്ട് ആ OG ക്യാരക്ടറിനെ തന്നെ പിടിച്ചു എന്ന് പറഞ്ഞിട്ട് ആ തുറുപ്പ് ചീട്ടങ്ങ് ഇറക്കി വിട്ടേക്കാണ് ജെയിംസ് ഗൺ ദ സൂപ്പർമാൻ. സോ ഒഫീഷ്യലായിട്ട് ടീസർ ട്രെയിലർ ഇപ്പോൾ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കാണാതിരിക്കാൻ വഴിയില്ല. ഇനി നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഓടിപ്പോയിരുന്നു കണ്ടേച്ചും വരാം. സാധനം കിടിലമാണ്. അപ്പോൾ ട്രെയിലറിനെ പറ്റിയിട്ടുള്ള എൻ്റെ ഒരു അഭിപ്രായങ്ങളും അതിന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ വിത്തൗട്ട് വെയിറ്റിംഗ് മച്ച് ലെറ്റ്സ് ഗെറ്റ് ഇൻടു ഇറ്റ്. ഈ ഒരു ടീസർ ട്രെയിലറിലൂടെ ജെയിംസ് ഗൺ പ്രധാനമായിട്ട് ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ സൂപ്പർമാനെ പുള്ളിയുടെ ഒരു വിഷനിലൂടെ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യമാണെന്നാണ് ഇത് മൊത്തം കണ്ടതിന് ശേഷം മനസ്സിലാക്കാൻ പറ്റുന്നത്. മഞ്ഞ് മൂടി ഒരു പ്രദേശത്തോട്ട് സൂപ്പർമാൻ വന്ന് വീടുന്ന് കാണിച്ചുകൊണ്ടാണ് ട്രെയിലർ തുടങ്ങുന്നത്. ആ മഞ്ഞ് അങ്ങോട്ട് മാറിക്കഴിയുമ്പോൾ ഒരു സൂപ്പർ ഹീറോ പോസിൽ ഐക്കോണിക്കായിട്ട് നമ്മുടെ സൂപ്പർമാനെ കാണിക്കുമെന്ന് വിചാരിച്ചിരിക്കുന്ന സ്ഥലത്ത് കൊടുത്താൻ പാറ ഒരു ട്വിസ്റ്റ് അടികൊണ്ട് പഞ്ചറായി കിടക്കുന്ന സൂപ്പർമാനെ കാണിക്കുന്നത്. ആ ഒരൊറ്റ സീക്വൻസിൽ കൂടെ തന്നെ ജെയിംസ് ഗൺ ജസ്റ്റ് കോട്ടസ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം തകർന്ന് കിടക്കുന്ന ഒരു യൂണിവേഴ്സിനെ തന്നെ കിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന പടം, അല്ലെങ്കിൽ സൂപ്പർ ഹീറോ എന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിലോട്ട് ഓടി വരുന്ന ഒരു ഐക്കോണിക് ഫിഗർ ആയിട്ട് വരുന്ന ഒരു ക്യാരക്ടറിനെ മെയിൻ ആക്കിക്കൊണ്ട് വരുന്ന ഒരു പടം. അതിന്റെ ട്രെയിലറിന്റെ തുടക്കത്തിൽ തന്നെ ഇമ്മാതിരി ഒരു സീക്വൻസ് വെച്ച് തന്നെ ഒരു ബ്രേവ് അറ്റംപ്റ്റ് ആയിട്ട് തോന്നി. സ്നൈഡർവേഴ്സിൽ നിങ്ങൾ കണ്ട സൂപ്പർമാൻ എന്താണോ അതിനെ നിങ്ങളങ്ങ് മറന്നു കളഞ്ഞേക്ക്. ഇനി എന്താണ് സൂപ്പർമാൻ എന്ന് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ അടിവരായിട്ട് കാണിച്ചു തരുവാണ് ഈ ഒരൊറ്റ സീക്വൻസിൽ കൂടെ തന്നെ നമ്മുടെ ജെയിംസ് ഗൺ. സ്നൈഡർവേഴ്സിലോട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അതിൽ സൂപ്പർമാനെ പോർട്രേ ചെയ്യുന്ന വിധം എൻ്റയർലി ഡിഫറൻ്റ് ആണ്. സൂപ്പർമാൻ്റെ ഒരു ഏവിൾ വേർഷനെ കാണിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് സ്നൈഡർ ആ പടം മൊത്തം സൂപ്പർമാനെ ട്രാവൽ ചെയ്യിപ്പിച്ച് കൊണ്ടുപോയിട്ടുള്ളത്. ആൻഡ് സ്നൈഡറിൻ്റെ ആ ഒരു വിഷനിലെ സൂപ്പർമാൻ എന്ന രീതിക്ക് അത് കിടു തന്നെയായിരുന്നു. ഹെൻറി കാവിൽ അതിനെ പോർട്രേ ചെയ്ത് വെച്ചിരിക്കുന്ന വിധത്തെക്കുറിച്ച് നമ്മൾ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. ഹി വാസ് ജസ്റ്റ് ബോൺ ഫോർ ഇറ്റ്. ആ ഒരു ക്യാരക്ടറിന് നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ, അതായത് സൂപ്പർമാൻ എന്നൊരു ക്യാരക്ടറായിട്ട് വേറെ ആളെ നീ സങ്കല്പിക്കാൻ പറ്റില്ല എന്നൊരു രീതിക്ക് പുള്ളിക്കാരൻ അത് ചെയ്തും വെച്ച്. സോ നീ നിർത്തിയെടുത്തുനിന്ന് ഞാൻ തുടങ്ങുമെന്ന് പറഞ്ഞിട്ട് അവിടെ സ്നൈഡർ അവസാനിപ്പിച്ചതെന്ന് തുടങ്ങാതെ ഇവിടെ എൻ്റയർലി ഒരു പുതിയ സ്റ്റാർട്ടാണ്, അല്ലെങ്കിൽ ഒരു പുതിയ ടേക്കാണ് നമ്മുടെ സൂപ്പർമാന് കൊടുത്തിരിക്കുന്നത്. ഗോഡ് ലൈക്ക് പവറുള്ള ഒരു സൂപ്പർ ഹീറോ, ഏലിയൻസിനെയൊക്കെ ഇടിച്ച് തൂഫാനാക്കി കൊണ്ടുപോകുന്ന ഒരു സൂപ്പർ ഹീറോ എന്നതിനേക്കാൾ ഉപരി വേറെ എന്തൊക്കെയോ ആണ് സൂപ്പർമാൻ. ഒരുപാട് ഇമോഷൻസ് ഉള്ള, ആളുകൾക്ക് നല്ലത് ചെയ്യണമെന്നുള്ള ആഗ്രഹങ്ങളുള്ള, ഭയങ്കര ഗോഡ് ലൈക്ക് പവർ ആണെങ്കിൽ കൂടി അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ ജസ്റ്റ് ഒരു മനുഷ്യനാണെന്നുള്ളത് ഭയങ്കര സിമ്പിളായിട്ട് പോകുന്ന ഒരു അടിപൊളി മനുഷ്യനാണ്. ട്രെയിലറിന്റെ തുടക്കത്തിൽ നമ്മൾ ഞെട്ടിച്ചതുപോലെ ട്രെയിലർ എൻഡ് ചെയ്യുന്നത് ഒരു വാം ഹഗ് സീക്വൻസോടെയാണ്. നമ്മുടെ സൂപ്പർമാനും പിന്നെ ലൂയിസ് ലെയിനും കൂടി ഹഗ് ചെയ്യുന്ന ഒരു സീക്വൻസ് കൂടെയാണ്. അത് തന്നെ പടം ഏതൊരു മോഡിലാണ് പോകാൻ പോകുന്നതെന്ന് വ്യക്തമാണ്. ഓഫ് കോഴ്സ് ഒരു ഏലിയൻ ഇൻവേഷൻ പോലത്തുള്ള പരിപാടികളും ഫൈറ്റ് സീക്വൻസും എല്ലാം ഉണ്ടെങ്കിൽ കൂടി അതിനേക്കാളൊക്കെ ഉപരി ഒരു ഫീൽ ഗുഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എല്ലാവർക്കും റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു സൂപ്പർമാൻ ആയിരിക്കും ഇതിൽ കൂടെ നമ്മുടെ ഗൺ പ്രസന്റ് ചെയ്യാനായിട്ട് പോകുന്നത്. കുറച്ചുകൂടി വ്യക്തമായ ഭാഷയിൽ പറഞ്ഞ ഒരു കുടുംബങ്ങൾ കൊണ്ടാടുന്ന സൂപ്പർമാൻ എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് പറ്റും. ഡേവിഡ് കോൺസ്വിറ്റും സൂപ്പർമാനായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കാസ്റ്റായിട്ട് തന്നെ എനിക്ക് തോന്നുന്നത്. ഹെൻറി കാവിലിന്റെ മനസ്സിൽ നിന്ന് പറിച്ചു കളയാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ട് മാത്രമാണ് കുറച്ചെങ്കിലും ഒരു പോരായ്മ പോലെ തോന്നുന്നത്. അതൊരിക്കലും ആ ഒരു ആക്ടറിന്റെ കുറവായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ലല്ലോ. ആൻഡ് അതൊക്കെ മേലെ എനിക്ക് ടീസർ ട്രെയിലർ കട്ട് ചെയ്തിരിക്കുന്ന വിധമൊക്കെ ഭയങ്കര ഇഷ്ടമായി. ഒരു ഭയങ്കരമായിട്ട് എല്ലാ കാര്യങ്ങളും എലാബറേറ്റ് ചെയ്ത് കാണിക്കാതെ ഒരു ഔട്ട്ലുക്ക്, മൊത്തത്തിലൊരു ഔട്ട്ലുക്ക് തരാനായിട്ടാണ് ടീസർ ശ്രമിച്ചിട്ടുള്ളത്. പിന്നെ ഇതിൽ മെയിനായിട്ട് മിന്നിച്ച് നന്നായിട്ട് തോന്നി ഇത് ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. ഒരു രക്ഷയുണ്ടായില്ല. ആ ഒരു സീക്വൻസുകളുടെ ഒപ്പം ബാക്ക്ഗ്രൗണ്ട് സ്കോർ അങ്ങോട്ട് വരുമ്പോൾ കിട്ടുന്ന ഒരു എലവേഷൻ എന്ന് പറയുന്നത് വേറെ റേഞ്ചിൽ വണ്ടി വെച്ചിട്ടുണ്ട്. നമ്മുടെ OG ക്രിസ്റ്റഫർ റീവ്സിന്റെ സൂപ്പർമാൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറുമായിട്ട് എവിടെയൊക്കെയോ എന്തൊക്കെയോ ഒരു ചെറിയ സാമ്യം പോലെയൊക്കെ വരുന്നുണ്ടായിരുന്നു. അതൊക്കെ ഭയങ്കര ചില്ലായിട്ട് തോന്നി. വിസിലടിച്ച് ക്രിപ്റ്റോണ വരുത്തിയതിന് ശേഷം എന്നെ ഇവിടുന്ന് വീട്ടിൽ കൊണ്ടുപോകാമെന്ന് സൂപ്പർമാൻ പറഞ്ഞതിന് ശേഷം വരുന്ന സീക്വൻസുകളും അതിൻ്റെ ഒപ്പം ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊടുക്കുന്ന എലവേഷനും വേറെ ലെവലിൽ കിക്കായിരുന്നു. അതിൽ തന്നെ ഒരു ചെറുക്കൻ ഒരു സൂപ്പർമാൻ്റെ കൊടിയും പിടിച്ചുകൊണ്ട് സൂപ്പർമാൻ എന്ന് പറഞ്ഞിട്ട് പ്രേ ചെയ്യുന്ന ഒരു സീക്വൻസ് ഒക്കെ ഉണ്ട്. ഒന്നും പറയാനില്ല, ലിറ്ററലി പൊളി. ആൻഡ് സൂപ്പർമാൻ്റെ ആ ഒരു സൂപ്പർ ഹീറോ ലുക്കും അതുപോലെ തന്നെ ക്ലാർക്കൻ ലുക്കും നല്ല രീതിക്ക് ഒരു ഡിഫറൻസ് വന്ന പോലും എനിക്ക് തോന്നി കേട്ടോ. അതായത് പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ, സാധാരണ ഒരു കണ്ണാട വെച്ച് മാറി വരുന്നു എന്നതിൽ നിന്ന് ഉപരി എന്തൊക്കെയോ കുറച്ചുകൂടി ഡിഫറൻസ് ഒക്കെ വന്ന പോലെ തോന്നി. ഞാൻ ഉദ്ദേശിച്ച വലിയ മേക്ക് ഓവറും പരിപാടികളൊക്കെ നടത്തിയിട്ടുണ്ടെന്നല്ല, പുള്ളിയുടെ ആ ഒരു ബോഡി ലാംഗ്വേജിൽ തന്നെ, അതായത് ഒരു ക്രൗഡിൻ്റെ ഇടയിൽ കൂടെ പുള്ളി നടന്നു വരുന്ന ഒരു സീക്വൻസ് ഒക്കെ ഉണ്ട്. അതിലൊക്കെ ഉള്ള ഒരു ബോഡി ലാംഗ്വേജിൽ നിന്ന് തന്നെ ആ ഒരു ഡിഫറൻസ് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. സൂപ്പർമാനെ കൂടാതെ വേറെ ഒരുപാട് സൂപ്പർ ഹീറോസ് പടത്തിൽ അപ്പിയർ ആവുന്നുണ്ടാവും. എന്നാൽ അത് വെറും ക്യാമിയോ റോളിൽ ഒതുങ്ങാതെ ഒരു മുഴുനീള വേഷം, അതായത് ഒരു സപ്പോർട്ടിംഗ് റോളിലായിരിക്കും വരാൻ പോകുന്നതെന്നാണ് പറയാൻ കഴിയുന്നത്. പിന്നെ പടത്തിന്റെ കളർ ടോൺ പൊടിക്കൊന്ന് കൂടി പോയോന്ന് ചെറിയൊരു സംശയം എവിടെയൊക്കെയോ വരുത്തുന്നുണ്ടെങ്കിൽ കൂടി ഈ പടം ജെയിംസ് ഗൺ ആണ് കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളത് വലിയൊരു ആശ്വാസം തന്നെയാണ്. സൂപ്പർ ഹീറോ പടങ്ങൾ അനാവശ്യമായിട്ട് കോമഡി കുത്തിക്കയറ്റി ചളവാക്കുന്നത് ഈ അടുത്ത് പതിവായിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ അവിടെ ഒരു എക്സെപ്ഷണൽ കേസാണ് ജെയിംസ് ഗണ്ണിന്റെ കാര്യം. ഒരു സൂപ്പർ ഹീറോ തീമിൽ പുള്ളി എടുത്തിട്ടുള്ള എല്ലാ പടങ്ങളും എൻ്റെ ഫേവറേറ്റ് ആണ്. അതിപ്പോൾ ഗാർഡിയൻസ് ഓഫ് ദ ഗാലക്സി ട്രിലോഗി ആയാലും നമ്മുടെ പീസ് മേക്കർ ആയാലും സൂസൈഡ് സ്ക്വാഡ് ആയാലും എല്ലാം കിടിലായിട്ട് എനിക്ക് വർക്കൗട്ട് ആയിട്ടുള്ള പടങ്ങളാണ്. കാരണം പുള്ളി ഒരിക്കലും അതിനെ ഓവറാക്കി പ്രസന്റ് ചെയ്യില്ല. എവിടെയാണോ എന്താണോ വേണ്ടത് അത് ആ സ്ക്രിപ്റ്റിനോട് അനുസരിച്ച് ആ ക്യാരക്ടർ അതിൻ്റെ ആ ഒരു ഒറിജിനൽ ക്യാരക്ടറിസ്റ്റിക്സ് വിടാതെ തന്നെ ആ കോമഡിയിൽ അങ്ങോട്ട് ഇൻവോൾവ് ആകുമ്പോൾ അത് അടിപൊളിയായിട്ട് വർക്കൗട്ട് ആയി വരാറുണ്ട്. നമ്മുടെ ടൈക്ക വൈറ്റിറ്റി മാർവലിൽ തോർന്ന് കാണിച്ചു വെച്ചേക്കുന്ന കൂട്ടൊന്നും എന്തായാലും ജെയിംസ് ഗൺ കാണിക്കില്ലെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ആൻഡ് വർഷങ്ങൾക്ക് ശേഷം സൂപ്പർമാനെ പുറത്ത് ജെട്ടി ഇടിച്ചു കൊണ്ടിരുന്ന ഒരു പടം കൂടിയാണ്. അത് ആദ്യമായിട്ട് കേട്ടപ്പോൾ കുറച്ചൊരു കല്ലുകടി ഉണ്ടായിരുന്നെങ്കിലും ഈ ട്രെയിലറിൽ അതിൻ്റെ സീക്വൻസ് ഒന്നും വലിയ പ്രശ്നമായിട്ട് തോന്നിയില്ല. മൊത്തം ട്രെയിലർ ഒരു എന്താ പറയുക, ഒരു കോമിക് ബുക്ക് ആക്യുറേറ്റ് അല്ലെങ്കിൽ ഒരു കോമിക് ബുക്ക് വായിക്കുന്ന പോലെ തന്നെ
ആയിരുന്നു ആ ടീസർ ട്രെയിലർ പ്രസന്റ് ചെയ്തിരിക്കുന്ന വിധം. സോ അതിനോടങ്ങ് ബ്ലെൻഡായി പോകുന്ന പോലെയാണ് തോന്നിയത്. ഇനി ഒരു മൊത്തം മുഴുനീള പടത്തിൽ അത് വരുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ട് തന്നെ അറിയേണ്ടി വരും. അതിപ്പോൾ ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ്റെ ആദ്യ ടൈമുകളിൽ അതിൻ്റെ സെറ്റ് പിക്സ് ഒക്കെ ലീക്ക് ആയതുകൊണ്ടിരുന്ന സമയത്ത് ഈ വോൾവറിൻ്റെ ആ ഒരു സ്യൂട്ടൊന്നും എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള പോലെ തോന്നി. ബട്ട് പടത്തിൽ അത് കിടിലായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു മോഡിൽ തന്നെ ഇതും പ്രസന്റ് ചെയ്ത് വരുമെന്ന് തോന്നുന്നു. സോ ഏതാണ്ട് ചത്തുമലിച്ച് റീത്തും കാത്ത് കിടക്കുന്ന ടൈമിൽ കറക്റ്റ് നമ്മുടെ ഡി സിയുടെ ഒരു ജീസസ് എന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ എന്തായാലും ഇതിലും മികച്ചൊരു തുടക്കം ഡി സിക്ക് ഇനി കിട്ടാനുമില്ല. സോ ജെയിംസ് ഗൺ എന്തായാലും അത് വേസ്റ്റ് ആക്കില്ല എന്ന് തന്നെയാണ് എനിക്ക് പൂർണ്ണമായിട്ടുള്ള വിശ്വാസം ഇപ്പോഴുള്ളത്. ട്രെയിലർ കണ്ടതിന് ശേഷം ആ ഒരു ഹൈപ്പ് കുറച്ചുകൂടെ കൂടിയെന്ന് മാത്രമേ പറയാനായിട്ട് പറ്റൂ. നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ളൊരു പടം, അല്ലെങ്കിൽ സൂപ്പർമാനെ നല്ല രീതിക്ക് ഒരു വെറൈറ്റി ആയിട്ട് പ്രസന്റ് ചെയ്യുന്ന ഒരു പടം തന്നെ കാണാൻ പറ്റുമെന്നാണ് വിശ്വാസം. ആൻഡ് ഈ പടത്തിനെ എങ്ങനെ നിങ്ങൾ അപ്രോച്ച് ചെയ്യണം എന്നുള്ളൊരു രീതിയും കൃത്യമായിട്ട് ഈ ട്രെയിലറിൽ കൂടെ പുള്ളിക്കാരെ തന്നെ കാണിച്ചു തരുന്നുണ്ട്. സ്നൈഡർ ആൻഡ് ഹെൻറി കാവിൽ കൂടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു സൂപ്പർമാൻ്റെ എഫക്റ്റ് ഇന്നും ഡി സി ഫാൻസിൻ്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. ഡി സി ഫാൻസ് എന്ന് മാത്രം ഒട്ടുമിക്ക എടുത്തു പറയേണ്ട ആവശ്യമില്ല, മൊത്തം സൂപ്പർ ഹീറോ ഫാൻസിൻ്റെ ആ മൈൻഡിൽ നിന്ന് പോയിട്ടില്ല. സോ ആ ഒരു മോഡലായിരിക്കില്ല നിങ്ങളിവിടെ കാണാൻ പോകുന്നതെന്ന് കൃത്യമായിട്ട് നമുക്ക് ഇവിടെ നിന്ന് തന്നെ മനസ്സിലാകുന്നുണ്ട്. സോ കുറച്ചുകൂടെ ജനങ്ങളിലോട്ട് ഇറങ്ങിച്ചെന്ന് പണിയെടുക്കുന്ന സൂപ്പർമാനെ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. സ്നൈഡർ വേഴ്സിൽ നമുക്ക് അങ്ങനത്തെ സീക്വൻസുകൾ വളരെ കുറവാണ് കാണാനായിട്ടുള്ളത്. എന്നാൽ ഗോഡ് മോഡിൽ തന്നെയാണ് ജെയിംസ് ഗണ്ണും നമ്മുടെ സൂപ്പർമാനെ പുഷ് ചെയ്യാൻ പോകുന്നതെന്ന് പുള്ളിക്കാരൻ നേരത്തെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്നൈഡറിനെ പോലെ തന്നെ ഒരു ഗോഡ് മോഡിൽ തന്നെയായിരിക്കും ഈ ഡി സിയിലും നമ്മുടെ സൂപ്പർമാനെ കാണാനായിട്ട് പോകുന്നത്. സോ അതുകൊണ്ട് തന്നെ സൂപ്പർമാൻ്റെ ഒരു ഗ്രോത്ത്, അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിന്റെ ഗ്രോത്തും കൂടെ നമുക്ക് ഈ പടത്തിൽ കൃത്യമായിട്ട് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. ഒരു ഏർലി സ്റ്റേജ് ഒക്കെ ആയിരിക്കും കാണിക്കുന്നത് സൂപ്പർമാൻ്റെ. അപ്പോൾ അതൊക്കെയാണ് ഈ ട്രെയിലറിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു ഫസ്റ്റ് ഇംപ്രഷൻ. ഡി സിയുടെ തുടക്കം എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ പറ്റിയൊക്കെ നിങ്ങൾ ട്രെയിലർ കണ്ടിട്ട് എന്തൊരു ഇംപ്രഷനാണ് നിങ്ങൾക്ക് തോന്നിയത്? ട്രെയിലറിൻ്റെ ഓരോ സീക്വൻസുകൾ വരുമ്പോഴും നിങ്ങളുടെ മൈൻഡിൽ കൂടെ ഓടിയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും മറ്റൊരു വീഡിയോയുടെ നമുക്ക് എന്തായാലും വീണ്ടും കാണാം.